എല്ലാവർക്കും നമസ്കാരം. തിങ്കളാഴ്ചത്തെ കർമ്മ ന്യൂസിൻ്റെ വാർത്തയ്ക്കകത്ത് ഒരു വീഡിയോ കണ്ടു. അതായത് പെന്തക്കോസുകാർ ഈ മധ്യ കേരളത്തിൽ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ നിർത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ മുഴുവൻ കണ്ട് കുറച്ച് നേരത്തേന് ഞാനിരുന്ന് ചിരിച്ച് എന്ന് പറഞ്ഞ് ഞാനത് ഓർത്ത് ചിരിക്കാനിടയായി. അതിനകത്ത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ഒരു ഭാഗമുണ്ട്, തേങ്ങയ്ക്ക് വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങയ്ക്കും വിലയുണ്ട്, അല്ലേ ഒരു തേങ്ങയ്ക്കും വിലയില്ലെന്ന്. ഒരു തേങ്ങയ്ക്കും വിലയില്ല. ഞാനിത് ചിരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മധ്യ കേരളത്തിൽ അവർ പറയുന്നത് തിരുവല്ല, ചെങ്ങന്നൂര്, പത്തനംതിട്ട, അടൂര്, ഇങ്ങനെ ഞങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കതൊരു ഒരു സംശയം ഉണ്ടായി. സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനൊന്നും കുഴപ്പമില്ല, ആരോട്ട് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ചിന്തിച്ചത്, IPC-കാരനെ ചർച്ച് ഓഫ് കോഡുകാരനെ കണ്ടുകൂടാ. ചർച്ച് ഓഫ് കോഡ് തന്നെ രണ്ട് തരമുണ്ട്, കറുത്തതും വെളുത്തതും സഭയുണ്ട്. പിന്നെ ചർച്ച് ഓഫ് കോഡുകാരനെ AG-കാരനെ കണ്ടുകൂടാ, AG-കാരന് ഷാരോൺകാരനെ കണ്ടുകൂടാ. ഇതുകൂടാതെ നൂറുകണക്കിന് പുതിയ സഭകളുണ്ട്. ന്യൂ ഇന്ത്യ ഉണ്ട്, ന്യൂ ലൈഫ് ഉണ്ട്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഉണ്ട്. ഇതുകൂടാതെ ന്യൂജൻ സഭകൾ ഇഷ്ടം പോലെ. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഒരു സഭയിൽ പോകുന്നതും വേറൊരു സഭയിലെങ്ങാനും പോയി എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പുറത്തെ പാസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പൊക്കൊണ്ടിരിക്കുന്ന സഭയെ പിന്നെ പ്രശ്നമാണ്. തന്നെയുമല്ല 19 പേരെ എവിടെയെങ്കിലും ആയെങ്കിൽ അതിനകത്ത് അത് ഉടനെ പിളർന്ന് രണ്ടാവും. ഇങ്ങനെ തമ്മി ഭിന്നിച്ച് നിൽക്കുന്ന സഭ പെന്തക്കോസുകാർ ഇവർ കൊണ്ട് സ്ഥാനാർത്ഥിയെ ഇലക്ഷന് നിർത്തിയാൽ ഒറ്റ ഇലക്ഷനോടുകൂടി ഇവരുടെ വെടി തീരും. ഇവർ കേരളത്തിൽ ഒന്നുമല്ലെന്നുള്ളത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം അത് ഇവരെ എണ്ണമില്ലാത്തത് കൊണ്ടല്ല, ഇവരെ ഒരിക്കലും ആർക്കും യോജിപ്പിക്കാൻ പറ്റുകയില്ലെന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്നേഹിതനോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ, അദ്ദേഹം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു തമാശ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ, എങ്ങനെ പോകുന്നു? പുള്ളി പറഞ്ഞ്, അതേ കാര്യം സംഘടന ശക്തമാണ്, പക്ഷേ ഓരോ നേതാക്കന്മാരും ഓരോരുത്തരുടെ കീഴിലുമായിട്ട് ഇങ്ങനെ ചെതറി കിടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനെന്നാ കുഴപ്പം? എൻ്റെ പൊന്നെ, ഇതിനെ ഒന്ന് ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസുകാരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇഷ്ടം പോലെ ആളുണ്ട്, പക്ഷേ ഒന്നിപ്പിക്കാൻ ഒരു രക്ഷയില്ല. അപ്പോൾ അദ്ദേഹം അതിനകത്ത് തന്നെ നിന്നിട്ട് പറയാം, ഇഷ്ടം പോലെ ആളുണ്ട്, പക്ഷേ ഒന്നിപ്പിക്കാൻ ഒരു രക്ഷയില്ല. അതിന് ഉദാഹരണം പറഞ്ഞത് എന്നാണെന്നറിയോ? പെന്തക്കോസുകാരെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്നെ അങ്ങനെ പറഞ്ഞേ? അതെങ്ങനെ ഒന്നിപ്പിക്കും? അവർ തമ്മിൽ എങ്ങനെ ചേരും? നേതാക്കന്മാരിങ്ങനെ കൂടി വരിക ഓരോ ദിവസവും. അതൊരു 50 പേരായ പിറ്റേ ദിവസം 2 പീസാകുന്ന സാധനം ഒരിക്കലും ഒന്നാകുകയില്ലെന്നുള്ള ആ പ്രസ്ഥാനം ഒരിക്കലും ഒന്നാകുകയില്ല. അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എവിടെ ചെന്നെത്തും? അപ്പോൾ അതിനവർ കൂട്ടത്തിൽ പറഞ്ഞതെന്നാണെന്നറിയോ? ഞങ്ങൾ കത്തോലിക്കർ, മാർത്തോമക്കാർ, യാക്കോവക്കാർ, CSI-ക്കാർ, കരസ്മാറ്റിക്കാർ, ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ അതെങ്ങനെ ഒരുമിച്ച് നിൽക്കും? ഇന്നലെ വരെ അവരെ എല്ലാം ഓടി നടന്ന് തെറിയും പറഞ്ഞിട്ട്, യേശുവിൻ്റെ അമ്മയായ മറിയത്തെയൊക്കെ ഊടുപാട് തെറിയും പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ അക്ഷരികമായ തെറിയല്ല, ആവശ്യത്തിന് മിച്ച അനാവശ്യം എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് അവർ കെട്ടിപ്പിടിക്കുമോ? അതെങ്ങനെ കെട്ടിപ്പിടിക്കും? ഒന്നാമത് അവർ വിളിക്കുന്നത് തന്നെ പെന്തോകളെന്ന് അവർ വിളിക്കുന്നത് തന്നെ. അങ്ങനെയുള്ളവർ അങ്ങോട്ട് ചെന്നാൽ ഉടനെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും വോട്ട് ചെയ്യുമോ? ലോഹ്യം കൂടി അടുത്ത ദിവസം ഉടനെ അവിടെ കയറിയിരുന്ന് അവിടെ ലോഹ്യം കൂടാമെന്നും പറഞ്ഞാൽ അവർ സഹിക്കൊന്നുമില്ല. അവർക്കറിയാം അത് നടക്കുന്ന കാര്യമേ അല്ല. ഇന്നലെ വരെ തെറിയും വിളിച്ചിട്ട് ഇന്ന് അവസരം വന്നളിയാ ഒന്നാകാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒന്നും ഈ പെന്തക്കോസുകാരുമായിട്ട് ഒരുമിച്ചിരിക്കുകയൊന്നുമില്ല. അങ്ങനെ ഇരുന്നാൽ അന്ന് കാക്ക മലന്ന് പറക്കും, അത് ഉറപ്പാണ്. അച്ഛന്മാരും കന്യാസ്ത്രീമാരും പെന്തക്കോസ് പാസ്റ്റർമാരല്ല പെന്തക്കോസുകാരും കൂടി ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് കാക്ക മലന്ന് പറത്തിരിക്കും. എനിക്കറിയാം അത് കൃത്യമായിട്ട്. അത് ഒരിക്കലും നടക്കുകയില്ല. ഇത് ഞാൻ ഈ മൂന്നാം മുന്നണി എന്ന് പറയുമ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്കടിയിൽ എല്ലാമായിട്ട് സ്ഥിരമായിട്ട് വരുന്നൊരു കമൻ്റുണ്ട്, 2020 വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ. നേരത്തെ അത് പറയുന്നത് ആം ആദ്മിയെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കുന്നതായിരുന്നു. ആം ആദ്മിയെ വിളിച്ചു, ആം ആദ്മി വന്നു, കേരളത്തെ രക്ഷിക്കാൻ പറ്റുകയില്ലെന്നുള്ളത് ഏതാണ്ട് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. ഒരു മീറ്റിങ്ങിന് പോയാൽ അവനവനിരിക്കാനുള്ള കസേര എടുത്ത് തലേ വെച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് അതുപോലെ അതും ചുമന്നുകൊണ്ട് വരുന്ന പെൻഷൻകാർ മാത്രമുള്ള സംഘടനയാണ് ഈ ആം ആദ്മി എന്ന് പറയുന്നത്. അതെങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ വരും? അന്നേരം ഇപ്പോൾ പറയുന്നത് 2020 വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ. 2020 വിളിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ കേരളത്തിൽ ഒരു MLA ഇല്ല, ഒരു MP ഇല്ല,
ഒരു MLAയും ഒരു MP ഇല്ലാത്ത ഒരു പാർട്ടി ഏതൊക്കെയാലും 71 സീറ്റില്ലാതെ ഭരണത്തിലിരിക്കാൻ പറ്റുമോ? അന്നേരം ചോദിക്കും BJPക്ക് ഇവിടെ ഒരു സീറ്റുണ്ടോ? പക്ഷേ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് BJPക്ക് ഇവിടെ ഒരു സീറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും BJPക്ക് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ വാർഡുകളിലും അണികളുണ്ട്, അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഒന്നും 2020-ക്കില്ല. അങ്ങനെ അതൊന്നും ഇല്ലാത്തവർ ഭരണത്തിലോട്ട് വരുന്നത് എങ്ങനെയാണ് വരുന്നത്? ചുമ്മാതെ അങ്ങോട്ട് എനിക്ക് ഭരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഭരണം കൊടുക്കുമോ? അങ്ങനെ കയറ്റിയിരുത്താനുള്ള അവകാശമുണ്ടോ? ഇനി പൈസ കൊടുത്താൽ ഇത് ഭരിക്കാനുള്ള അവസരം കിട്ടുമോ? അതൊന്നും കിട്ടുകയില്ല. അതൊന്നും ഒരിക്കലും കിട്ടുകയില്ല. അപ്പം സ്വാഭാവികമായി നടക്കുകയില്ലാത്ത ഒരു സ്വപ്നത്തിൻ്റെ പുറകെ കുറച്ച് ആളുകൾ ഇങ്ങനെ നടക്കുക. എന്ത് ചെയ്യാം? ഇങ്ങനെയും ആണ് കാലങ്ങൾ. ഇതൊന്നും വരാൻ പോകുന്ന കാര്യങ്ങളല്ല, ഒരിക്കലുമില്ല. ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടികളൊന്നും ഒരിക്കലും അധികാരത്തിൽ വരികയില്ല. അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്ന് ഭരണത്തിൽ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ 70-ലധികം സീറ്റ് വേണം. 71 സീറ്റെങ്കിലും ഉണ്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. 71 സീറ്റ് ഉണ്ടേ പോലും ഇതിനകത്ത് നിന്ന് ആരെങ്കിലും മറിഞ്ഞാൽ മറിച്ചിടും. എന്നാൽ അതേ സാഹചര്യം അല്ല BJPക്ക്. ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ നിന്ന് മത്സരിക്കുന്നതുകൊണ്ട് എന്നതാ ഗുണം എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു വശത്ത് പെന്തിക്കോസുകാരൻ നിൽക്കുന്നു. പെന്തിക്കോസുകാരനെല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നിന്നാൽ ഏറ്റവും ശക്തിയുള്ളിടത്ത് നിന്നാൽ പോലും ഇത് നിൽക്കുന്നവൻ IPC-കാരനാണെങ്കിൽ ചർച്ചപ്പാടുകാരൻ വോട്ട് ചെയ്യില്ല. ചർച്ചപ്പാടുകാരനാണ് നിൽക്കുന്നെങ്കിൽ AG-കാരൻ വോട്ട് ചെയ്യില്ല. AG-കാരനാണ് നിൽക്കുന്നെങ്കിൽ ഷാരോൺകാരൻ വോട്ട് ചെയ്യില്ല. ഷാരോൺകാരനാണ് നിൽക്കുന്നെങ്കിൽ അടുത്ത ആൾ വോട്ട് ചെയ്യില്ല. ഇനി ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ആരെങ്കിലും ആ നിൽക്കുന്നെങ്കിൽ, കാരണം പൈസ അവരുടെയിലേ ഉള്ളൂ ഇറക്കി മുടക്കാൻ, അവരാരെങ്കിലും കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമ്പരാഗതക്കാരൻ വോട്ട് ചെയ്യില്ല. പരമ്പരാഗതക്കാരൻ നിന്ന് കഴിഞ്ഞാൽ ന്യൂജൻ നിൽക്കുകയില്ല. മീശയുള്ളവൻ നിന്ന് കഴിഞ്ഞാൽ മീശ ഇല്ലാത്തവൻ വോട്ട് ചെയ്യില്ല. സ്വർണ്ണം വിട്ടവൻ നിന്ന് കഴിഞ്ഞാൽ സ്വർണ്ണം വിടാത്തവൻ വോട്ട് ചെയ്യില്ല. അത് മൊത്തം പ്രശ്നമാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരാതിരിക്കുമോ? നടക്കുകയല്ലാത്ത സ്വപ്നങ്ങളുമായി ആൾക്കാർ ഇറങ്ങി വരുമ്പം നമുക്കത് കേൾക്കുമ്പം പിന്നെ ഒരു രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ സംഭവം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. ഇനി ഇതിനകത്തൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഹിന്ദു സംഘടനകൾ വിളിക്കും ജയ് ശ്രീറാം. ഇപ്പം മാർച്ചുകാർ വിളിക്കും ലാൽ സലാം ഇൻക്ലാബ്. അവർക്കതിനൊക്കെ മുദ്രാവാക്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ തൊട്ടൊക്കെ കേൾക്കാൻ തുടങ്ങി ഹല്ലേലൂയ. ഇത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വിളിക്കാനുള്ള സാധനമാണോ ഇത്? പിന്നെ അടി കൊണ്ട് ഓടുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് പോകാം. എന്നിട്ട് ആവേശത്തിന് ഇറങ്ങുക. സത്യം പറഞ്ഞാൽ ഈ പാസ്റ്റർമാരെ ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ വചനം എന്തിനാണ് വിളിച്ചേക്കുന്നത്? ഇവരെന്നാ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ഇറങ്ങിയേക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത് കേരളം വിറപ്പിക്കാനായി പെന്തോടെ പാർട്ടികൾ വരുന്നു. കേരളം വിറപ്പിക്കാനായി. ഇതിനടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ഓരോ മണ്ഡലത്തിലും ഇങ്ങനെ വിവിധങ്ങളായ സംഘടനകളും മതങ്ങളും നിന്ന് കഴിയുമ്പം വോട്ട് ചെതറിപ്പോവും. വോട്ട് ചെതറിപ്പോയാലും LDFൻ്റെ ഓരോ വോട്ട് പോലും കുറയാൻ പോകുന്നില്ല. അവരുടെ വോട്ട് കറക്റ്റ് അവിടെ വീഴിക്കും. അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും വോട്ട് ചെതറണം. പെന്തക്കോസുകാരൻ കയറി നിന്നാൽ ശക്തിയുള്ള മണ്ഡലത്തിൽ ഒരു 3000 വോട്ട് ചിലപ്പം അങ്ങ് ചെതറിക്കും. അപ്പം 4000-നോ 5000-നോ അതിന് മുമ്പ് ജയിച്ചിട്ടുള്ളതും UDFൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവൻ്റെ കാര്യം തീരുമാനമാകും. അതിൻ്റെ കൂട്ടത്തിൽ ഈ 2020 കയറി നിന്നാൽ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. ഒരു മണ്ഡലത്തിലും ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ജയിക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ തോൽപ്പിക്കാൻ പറ്റും. കാരണം 3000, 5000, 4000 വോട്ട് പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ജയിക്കേണ്ടവൻ തോക്കും, തോക്കേണ്ടവൻ ജയിക്കും. എന്നാൽ എന്നെ പിടിച്ചു മാറ്റിയാലും വോട്ട് നഷ്ടപ്പെടാത്തത് LDFൻ്റെയാണ്. അപ്പോൾ LDFൻ്റെ വോട്ട് നഷ്ടപ്പെടാത്തതുകൊണ്ടും അവരുടെ വോട്ട് ബാങ്ക് സ്ഥിരമായതുകൊണ്ടും അവരുടെ വോട്ടിന് കുറവില്ലാതെ എതിര് നിന്ന് ആരുടെയൊക്കെ വോട്ട് ചെതറിച്ച് കളയുന്നു, അല്ല എതിര് നിന്ന് വോട്ട് ചെതറിച്ച് കളയുന്നവർ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവർ LDFനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരെല്ലാം LDFൻ്റെ ആളുകളാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതായത് ഇതിൻ്റെ ഗുണം ആർക്ക് കിട്ടുന്നോ അവരുടെ ആളുകളാണ് സത്യത്തിൽ ഈ കളിക്കെല്ലാം നിൽക്കുന്നത്. ആത്യന്തികമായി ഇതിൻ്റെ എല്ലാം ഈ എവിടെ പോയി നിന്ന് മത്സരിച്ചാലും ഒരു പെന്തിക്കോസുകാരൻ പോലും കേരളത്തിൽ മത്സരിച്ചാൽ പാർട്ടിയുടെ ബലമില്ലാതെ പെന്തിക്കോസിൻ്റെ പ്രസ്ഥാനത്തിൽ മത്സരിച്ചാൽ ജയിക്കില്ല. അത് മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക് നിന്നാലും ജയിക്കില്ല. ഒറ്റയ്ക്ക് പോയി നിന്നാൽ അച്ഛന്മാരുടെ മാത്രം വോട്ട്, അല്ലെങ്കിൽ കന്യാസ്ത്രീമാരുടെ വോട്ട്, അല്ലെങ്കിൽ കത്തോലിക്കരുടെ വോട്ട് മേടിച്ച് ജയിക്കാമെന്നും പറഞ്ഞ് നിന്നാൽ ജയിക്കില്ല. പാർട്ടിയുടെ ഏതായാലും ഒരു 3 മുന്നണിയുടെ ബലത്തിലല്ലാതെ എങ്ങനെയാലും പോയി നിന്നാൽ ജയിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് കേരളം വിറപ്പിക്കാമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ പോലെ തന്നെ തേങ്ങായ്ക്ക് വിലയുണ്ട്, എല്ലാ തേങ്ങായ്ക്കും വിലയുണ്ട്, അല്ലേ ഒരു തേങ്ങായ്ക്കും വിലയില്ലെന്ന് പറഞ്ഞതുപോലെ ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തേങ്ങായ്ക്ക് ഒരു വിലയില്ലെന്ന് നാട്ടുകാർ മനസ്സിലാക്കും എന്നത് ആയിരിക്കും സത്യം എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.